മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ 64ാം ജന്മദിനമായിരുന്നു, ജന്മവാർഷികമായിരുന്നു. ഒരു സെക്യൂരിറ്റിയുമില്ലാതെ സ്വന്തം അമ്മയുടെ അടുത്ത് ചെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് അമ്മയുടെ അനുഗ്രഹം വാങ്ങി അമ്മ വായിൽ കൊടുത്ത ഭക്ഷണം കഴിച്ച് തൊഴുത് എങ്ങനെയാണോ പുറത്തേക്ക് ഇറങ്ങിയത്, അതേപോലെ ഈ 64ാം ജന്മദിനത്തിനും അമ്മയുടെ അടുത്ത് ചെന്ന് കാശ്മീരിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5000 രൂപയും വാങ്ങി പ്രധാനമന്ത്രിയുടെ അമ്മ അന്നും ഇന്നും ഒരേ ഡ്രസ്സിൽ, ഒരേ വീട്ടിൽ, ഒരേ രീതിയിൽ ജീവിക്കുന്നു എന്ന് വ്യക്തമായി കാണിച്ച് സ്വന്തം വീട്ടിനകത്ത് കയറുമ്പോഴും ഒരു സെക്യൂരിറ്റിയുമില്ലാതെ അവിടെ നിന്നിറങ്ങി നേരെ അദ്ദേഹം പോയത് എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് ചൈനയുടെ ഏറ്റവും വലിയ അയൽരാജ്യമായ ശത്രുവായും മിത്രമായും ഇടയ്ക്കിടയ്ക്ക് പ്രവർത്തിക്കുന്ന, ഇടയ്ക്ക് ശത്രുവായും ഇടയ്ക്ക് മിത്രമായും പ്രവർത്തിക്കുന്ന ആ ചൈനയിലെ പ്രസിഡന്റ് ഗുജറാത്തിലിറങ്ങി, അഹമ്മദാബാദിലിറങ്ങി ഉജ്ജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങി ഗുജറാത്തിൻ്റെ തനിമകളും ഭാരതത്തിൻ്റെ സംസ്കാരവും വസുദൈവ കുടുംബകം എന്ന സങ്കല്പവും അറിയിച്ചുകൊണ്ട് വലിയ ഷോയൊന്നുമില്ലാതെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കാണുന്നത് പോലെ അവരൊരുമിച്ച് മണിക്കൂറുകളോളം ചെലവഴിച്ചു. ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്തു. $100 ബില്യൺ വലിയ പ്രോജക്റ്റുകൾ അംഗീകരിച്ചു. അഹമ്മദാബാദ് സിറ്റിയെ ചൈനയിലെ ഏറ്റവും റിച്ചായിട്ടുള്ള സിറ്റി പോലെ സ്വർഗനഗരമാക്കാൻ ഉള്ള പരിപാടികളിൽ സൈൻ ചെയ്തു. ചൈനയിലെ പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തൊട്ടിലിരുന്ന് ആടുമ്പോൾ തൊട്ട് അടുത്ത് നിൽക്കുന്ന ആ പ്രധാനമന്ത്രി അതിനെ എങ്ങനെ വീക്ഷിച്ചാലും വളരെ കാഷ്വലായിട്ട് രണ്ട് സുഹൃത്തുക്കൾ ചിരകാല പരിചിതരെ പോലെ കണ്ടുമുട്ടുകയും ചർച്ച ചെയ്യുകയും ചെയ്ത കാഴ്ചയിൽ രണ്ട് ശരീരമാണെങ്കിലും ഒരാത്മാവാണ് എന്ന് ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ട്വിറ്ററിൽ എഴുതുകയും വളരെ പരിമിതമായ ഭാഷകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് ഒരു ഉജ്ജ്വലമായ ബന്ധം, പ്രത്യേകിച്ചും സാമ്പത്തിക സഹകരണത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ ജന്മദിനത്തിന് ഭാരത ജനതയ്ക്ക് ഒരു സമ്മാനം എന്ന പോലെ നൽകാനുള്ള ആരംഭം കുറിക്കുകയും ചെയ്തു. ചൈനക്കാരുടെ മുമ്പിൽ പരിധിക്കപ്പുറം താഴുകയോ തലകുനിക്കുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല, ചൈനയോട് പറയേണ്ട കാര്യങ്ങളെല്ലാം വളരെ വളരെ വ്യക്തമായിട്ട് അറിയിക്കുകയും ചെയ്തു എന്ന് ടി വി ന്യൂസിൽ ടൈംസ് നൗവിൽ കണ്ടു.
ചൈനയിലെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് മുമ്പ് ജപ്പാനിൽ ചെന്ന് വീരോചിതമായി ജപ്പാൻകാരിൽ ഒരുവനെ പോലെ അദ്ദേഹം പെരുമാറി. ജപ്പാൻകാരുടെ ഡ്രം ബീറ്റിങ്ങിനോടൊപ്പം ഡ്രം ബീറ്റ് ചെയ്തു. ക്യോട്ടോ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. മാത്രമല്ല, ഇന്നലെ ഇതെല്ലാം നടക്കുന്നതിനിടയ്ക്ക് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനാശംസ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. 19ാം നൂറ്റാണ്ടിൽ ലോകം മുഴുവനും കീഴടക്കാനായിട്ട് മുമ്പോട്ട് പോകുന്ന രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും ആഗ്രഹം പോലെ ഒരു രാജ്യവും അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ അതിക്രമിച്ച് വികസിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന ചൈനയ്ക്ക് വേണ്ടിയുള്ള സന്ദേശം ജപ്പാനിൽ കൊടുക്കുകയും ചെയ്തു. ഈ ചൈനയുമായിട്ട് സഹകരിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ ദൃഢമായൊരു ബന്ധം ജപ്പാനുമായിട്ടുണ്ടാക്കി, ഓസ്ട്രേലിയയുമായിട്ടുണ്ടാക്കി, തായ്വാനുമായിട്ടുണ്ടാക്കി, നേപ്പാളുമായിട്ടുണ്ടാക്കി, ഭൂട്ടാനുമായിട്ടുണ്ടാക്കി. ഒരു തരത്തിൽ 120 ദിവസം കൊണ്ട് ആര് എന്തെല്ലാം പറഞ്ഞാലും വിമർശിച്ചാലും എതിർത്താലും ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന് ശീലമില്ലാത്ത, എന്നാൽ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന് തൻ്റെ കഴിവുകൾ തെളിയിച്ച ഒരു ചായക്കടയിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തിക്ക് ഇത്രയും സാധിച്ചു എങ്കിൽ അത് കണ്ടുനിന്ന എനിക്ക് ടി വിയിലൂടെ നിരന്തരം കാണുകയും അതിൻ്റെ വിശകലനം കേൾക്കുകയും നല്ല ജേർണലിസ്റ്റുകൾ അത് വിലയിരുത്തുകയും രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ച ബുദ്ധിജീവികളുടെ കമൻ്ററികൾ കേൾക്കുകയുമെല്ലാം ചെയ്തപ്പോൾ എൻ്റെ മനസ്സ് ബയസ്ഡ് ആവാതെ വസ്തുത എന്താണ്, എങ്ങനെ പോകുന്നു എന്ന് അറിയാൻ സാധിച്ച ആ അറിവിൽ എനിക്ക് വളരെ വളരെ അഭിമാനം തോന്നി, സന്തോഷം തോന്നി, സംതൃപ്തി തോന്നി. ജന്മദിനത്തിന് പോലും തൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ 5000 രൂപ കാശ്മീർ ഫണ്ടിലേക്ക് മാറ്റുന്ന ആ ഒരു മനസ്സ്, അത് വാക്കുകളിലൂടെയല്ല അറിയിച്ചത്, പ്രവൃത്തിയിലൂടെയാണ് അറിയിച്ചത്. എല്ലാവരോടും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് BJP-ക്കാർ, RSS-കാരോ VHP-കാരോ എല്ലാം പ്രധാനമന്ത്രിയുടെ ജന്മദിനം വിപുലമായ രീതിയിൽ ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, പൈസ മുഴുവനും കാശ്മീരിലേക്ക് കൊടുക്കണമെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ നിർദ്ദേശിക്കുകയും അപ്രകാരമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ 100 വർഷത്തെ നേട്ടവും 100 ദിവസത്തെ നേട്ടവും 110 ദിവസത്തെ നേട്ടവും 120 ദിവസത്തെ നേട്ടവുമെല്ലാം വിലയിരുത്തുന്ന ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും എഴുത്തുകാരും അവർക്കെല്ലാവർക്കും ഒരു വരി വളരെ ശ്രദ്ധേയമായിട്ട് ടി വിയിൽ നിരന്തരം കേൾക്കാൻ സാധിച്ചത്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഒരു ഗവൺമെന്റോ ഭരണാധികാരിയോ ഉണ്ടായിരുന്ന പ്രതീതി ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഒരു ഭരണാധികാരി ഉണ്ടെന്ന പ്രതീതിയുണ്ട്. ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ ശരിക്കും ഭാരതത്തിൻ്റെതായ ഗ്രന്ഥം തുറക്കുന്ന രീതിയിൽ, അതും വസുദൈവ കുടുംബകം എന്ന ഋഷിവൈദ്യന്മാരുടെ സന്ദേശം മുമ്പിൽ വെച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഈ മാസം അവസാനമാണെന്ന് തോന്നുന്നു. അമേരിക്കയിലേക്കും ഒരു യാത്രയുണ്ട്. ഇതിനിടയ്ക്ക് തനി മുസ്ലിം രാഷ്ട്രമായ ബുദ്ധന്റെയും ഹിന്ദു ധർമ്മത്തിൻ്റെയും പ്രതീകങ്ങളെല്ലാം തച്ചുടച്ച അഫ്ഗാനിസ്ഥാനിലെ പ്രധാനമന്ത്രി
വിദേശകാര്യമന്ത്രിയെ വിളിച്ച് കുറേ സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി. അഫ്ഗാനിസ്ഥാന്റെ ചുറ്റും മുസ്ലിം രാജ്യങ്ങളാണ്. അവരോട് സഹായം അഭ്യർത്ഥിക്കാതെ ഭാരതത്തോട് സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി. വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ പോകുന്നു. വളരെ ശാന്തമായി തന്നെ ശ്രീലങ്കയിലെ ജയിലുകളിലുള്ള എല്ലാ മുക്കുവ തടവുകാരെയും വിട്ടയക്കാൻ സാധിച്ചു. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാൻ ബംഗ്ലാദേശിലേക്ക് വിദേശകാര്യമന്ത്രി പോയിരുന്നു. അവിടെ പോയി ക്ഷേത്ര ദർശനം നടത്തി നല്ല രീതിയിൽ ബംഗ്ലാദേശിന് വേണ്ടി പ്രാർത്ഥിച്ചു വന്നു. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളും ഫാർ ഈസ്റ്റ് ഏഷ്യയിലെയും ഫാർ വെസ്റ്റ് ഏഷ്യയിലെയും നോർത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും എല്ലാം രാജ്യങ്ങളുമായി ബന്ധപ്പെടുകയും ആഫ്രിക്കൻ കോണ്ടിനെന്റ് മുഴുവനും പിന്നീട് ആ ബന്ധത്തിലേക്ക് കൊണ്ടുവരികയും എല്ലാം ചെയ്യുമ്പോൾ ഭാരതം എന്ന രാഷ്ട്രം ലോകത്തിൽ ഉണ്ട് എന്ന ഒരു ധാരണ, വിശ്വാസം ലോക ജനതയുടെ മനസ്സിലേക്ക് ഒരു ചെറിയ വിളക്കിന്റെ പ്രകാശം പോലെയെങ്കിലും എത്തിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. എല്ലാ നന്മകളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും വളരെ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസത്തോടുകൂടി വിമർശനം, നശീകരണാത്മകമായമല്ല, നന്മ നിറഞ്ഞ വിമർശനത്തോടുകൂടി പത്രമാധ്യമങ്ങൾ പ്രധാനമന്ത്രിയെയും ബിജെപിയുടെ പ്രസിഡന്റായിട്ടുള്ള അമിത്ഷായെയും ഓർമ്മിപ്പിച്ചു. യു പിയിൽ തൂത്തുവാരിയതുപോലെ അസംബ്ലി ഇലക്ഷന് തൂത്തുവാരിയില്ല. രാജസ്ഥാനിലെ സീറ്റുകൾ പോയിട്ടുണ്ട്. എല്ലാം തൂത്തുവാരും ഗുജറാത്തിൽ എന്ന് വിചാരിച്ചു. എങ്കിലും ഗുജറാത്തിലും ബിജെപിക്ക് പ്രശ്നങ്ങളുണ്ടായി, തെലങ്കാനയിൽ പ്രശ്നങ്ങളുണ്ടായി. വിചാരിച്ചതുപോലെ എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ധരിക്കരുത്. ജനങ്ങൾക്ക് ജനങ്ങളുടേതായിട്ടുള്ള വീക്ഷണവും താല്പര്യവും രീതികളുമെല്ലാം ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഇലക്ഷൻ റിസൾട്ടുകൾ ഇനിങ്ങാന്ന് വന്നത് എല്ലാ മാധ്യമങ്ങളും ബിജെപിയെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു, പ്രധാനമന്ത്രിയെയും പാർട്ടിയെയും ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നല്ലത് ചെയ്യുന്നു എന്ന് ലോകത്തിന്റെ മുമ്പിൽ പത്രമാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും എഴുതുന്നുണ്ടെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിലും വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതിനുമപ്പുറം ജനങ്ങൾ പലതും ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ജനങ്ങൾക്ക് ചില വ്യക്തിയോടോ ചില രാഷ്ട്രീയ പാർട്ടിയോടോ ചില പ്രസ്ഥാനങ്ങളോടോ ചില വീക്ഷണങ്ങളോടോ എല്ലാം താല്പര്യം കാണും. അത് ഇന്നും രാജ്യം ഭരിക്കുന്നവരുടെ താല്പര്യത്തിൽ നിന്ന് ഭിന്നമായിരിക്കാം. അപ്പോൾ എല്ലാ നന്മകളും നന്മകളായി തന്നെ ജനങ്ങൾ സ്വീകരിക്കണമെന്നില്ല. തിന്മകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ജനങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുമ്പിൽ വെച്ച് ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ ഭാരതത്തെ ജഗദ്ഗുരുവാക്കി മാറ്റുക എന്ന സങ്കല്പം ലോകത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ തലസ്ഥാനമാക്കി മാറ്റാൻ എല്ലാവരുമായിട്ട് സഹനാവവതും സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ എന്ന ആ വലിയ വേദത്തിൻ്റെ ശാന്തിമന്ത്ര സന്ദേശം ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒരു ധർമ്മമോ ഒരു സമൂഹമോ ഒരു രാഷ്ട്രമോ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ ലോക ജനത അത് വ്യക്തമായി ശ്രദ്ധിക്കുമെന്ന് ഓർമ്മിക്കാൻ ഈ പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളും നെഗറ്റീവായിട്ടുള്ള ഇലക്ഷൻ റിസൾട്ടുകളുമെല്ലാം
പ്രചോദിപ്പിക്കട്ടെ. അതിൽ പ്രോട്ടോക്കോളും കുറേയധികം ചിട്ടവട്ടങ്ങളും കുറേയധികം ഗവൺമെൻറ് റൂൾസും അതൊന്നുമല്ല ജനങ്ങൾ ശ്രദ്ധിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതും. അതിനപ്പുറം കാര്യത്തിലേക്ക് കടക്കുമ്പോഴും ഇന്ത്യ ചൈന ബോർഡറിൽ ചൈനയിലെ സാധാരണ പൗരന്മാർ ഇന്ത്യക്കെതിരെ വളരെ വലിയ ബാനർ കാണിച്ച ദിവസവും കൂടിയാണ് ഇന്നലത്തെ ദിവസം. നിങ്ങൾ പിന്മാറുക എന്ന് ഇന്ത്യക്കാരോട് നിർദ്ദേശിക്കുന്ന ആ ബാനർ വളരെയധികം സീരിയസ് ആയിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു. മിക്കവാറും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ എന്നെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രിമാരോ വിദേശകാര്യമന്ത്രിമാരോ ചൈനയിൽ പോയിട്ടുണ്ടോ, എന്നെല്ലാം അവരിൽ ആരെങ്കിലും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടോ, അന്നെല്ലാം അതിർത്തികളിൽ പ്രശ്നമുണ്ടാക്കുന്ന വിധത്തിൽ ചൈന പെരുമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ച് അറിയാവുന്നയാളാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത് എന്ന് നമുക്ക് വേദനയോടുകൂടിയാണെങ്കിലും ആശ്വസിക്കാം. മറ്റെല്ലാ നന്മകളും നിലനിർത്തിക്കൊണ്ട് സഹകരിച്ചു വളരാനായി അത് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തിന്മകളെയും ഒന്നുകിൽ ഇല്ലാതെയാക്കാനോ അല്ലെങ്കിൽ പരമാവധി കുറയ്ക്കാനോ ശ്രമിക്കുന്ന മഹായജ്ഞത്തിൽ എല്ലാ ഭാരതീയർക്കും ഒരുമിച്ച് പങ്കെടുക്കാം. ദുഃഖം തോന്നിയത് ഒരു കാര്യത്തിൽ മാത്രമാണ്. ഈ കൂടംകുളം വൈദ്യുതി നിലയത്തിനെതിരെ ആദ്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രതിഷേധ ജാഥ നടത്തി പ്രതിഷേധിക്കുന്നവരോടൊപ്പം നിന്നു. പിന്നീട് പാർട്ടി തീരുമാനിച്ചു കൂടംകുളം ആണവ വൈദ്യുതി നിലയം അത് റഷ്യയുടെ ആയതുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൻ്റെ ആയതുകൊണ്ട് പ്രതിഷേധിക്കേണ്ട എന്ന്. അങ്ങനെയാണ് അച്യുതാനന്ദൻ സാർ അവിടം വരെ പോകാതെ തിരിച്ചു വന്നതും പിന്നീട് പ്രതിഷേധിക്കാതിരുന്നതും. അവിടെയുള്ള വൈദ്യുത നിലയം ഗുണനിലവാരത്തിൽ കുറവാണെങ്കിലും റഷ്യയുടേതായതുകൊണ്ട് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നവർ പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് വേണ്ടി ന്യായീകരണം പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാര് ചൈനയുമായിട്ട് സഹകരിക്കുന്ന ഇന്നത്തെ ഗവൺമെന്റിനെ കുറിച്ച് അറിയാതെയെങ്കിലും ഒരു നന്മയെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചു. പിന്നെ നിഷേധാത്മകതയും പുച്ഛവും ധാർഷ്ട്യവും അഹങ്കാരവും ഒരു പാഠവും പഠിക്കാത്ത ഇപ്പോഴും ഏതോ 1919 ലോകത്തിൽ ജീവിക്കുന്ന ആ പാർട്ടിയിൽ നിന്ന് നന്മ ചെയ്യുന്നവരെ അഭിനന്ദിക്കുന്ന സംസ്കാരം ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ആ ചാനലുകളിൽ ഇന്നലെ മുഴുവനും മദ്യത്തിൻ്റെ വരവ് കുറഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ വില 1 രൂപ 2 രൂപ കൂട്ടിയതിനെതിരെ പ്രതിഷേധമായിരുന്നു. അവരുടെ തലതൊട്ടപ്പന്മാരായ ചൈനയിലെ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നിറങ്ങിയപ്പോഴും ഇവിടെ മദ്യമായിരുന്നു കേരളത്തിലെ ചർച്ച എന്നുള്ളത് അത്ഭുതത്തോടു കൂടിയ ഒരു തോന്നലുണ്ടാക്കി. അത് വിഷമമോ ദുഃഖമോ ഒന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ലല്ലോ ഇവിടെ നിന്ന്. അതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റു വികാരങ്ങളൊന്നും ഉണ്ടായില്ല. ഏതായാലും ചൈനയുമായിട്ടും ജപ്പാനുമായിട്ടും വിയറ്റ്നാമായിട്ടും മറ്റെല്ലാ രാഷ്ട്രങ്ങളുമായിട്ടും ഒരു 6 മാസത്തിനുള്ളിൽ അതിഗഹനമായിട്ടുള്ള ബന്ധം സൃഷ്ടിക്കാനും നന്മ നിറഞ്ഞ രീതിയിൽ ജർമ്മനിയിലെ സാമ്പത്തിക മന്ത്രി കമേഴ്സ്യൽ മിനിസ്റ്റർ ഇവിടെ വന്ന് ധാരണാപത്രം ഒപ്പിട്ടതുപോലെ മറ്റ് പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഓരോ ദിവസവും സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നത് പോലെ
ലോക ജനതയെ, ഒരു നല്ല ചിന്തകൻ പറഞ്ഞതുപോലെ ലോക ജനതയെ ബോധ്യപ്പെടുത്തുന്നു. പണ്ടത്തെ ഭാരതമല്ല ഇത്, വ്യത്യസ്തമായ ഭാരതമാണ്. പണ്ടത്തെ ഭരണാധികാരികളല്ല ഇന്നുള്ളത്, വ്യത്യസ്തമായ ഭരണാധികാരികളാണുള്ളത് എന്ന് അനുദിനം ബോധ്യപ്പെടുത്താനുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും കാല് ഇടറി വീഴാതെ നന്മയുടെ പ്രതിഫലമായ ഇലക്ഷനിലെ വിജയവും കൂടി ഉറപ്പുവരുത്തിയിട്ട് ഇന്ന് ചെയ്യുന്നത് നാളത്തെ ദുഃഖത്തിന് കാരണമാകാതെ, അതുപോലെ ഇന്ന് ചെയ്യേണ്ടത് ചെയ്യാതെ മുമ്പോട്ട് പോകുമ്പോൾ അതും നാളത്തെ ദുഃഖത്തിന് കാരണമാകാതിരിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അക്ഷരാർത്ഥത്തിൽ രാവിലെ വേദം വായിക്കുമ്പോഴും വൈകുന്നേരം ഗായത്രി മന്ത്രം ജപിക്കുമ്പോഴും എൻ്റെ രാഷ്ട്രത്തിനും എൻ്റെ ധർമ്മത്തിനും ഈ രാഷ്ട്രത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന വ്യക്തികൾക്കും വേണ്ടിയുള്ള ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഇന്നലെ കാണാനും കേൾക്കാനും സാധിച്ചത് മനസ്സിൽ നിറച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അത് വലുതോ ചെറുതോ എന്നല്ല, എൻ്റെ മനസ്സ് സന്തോഷിക്കുമ്പോൾ അത് പ്രാർത്ഥനയായിട്ട് മാറുന്നു. പ്രണാമം, നമസ്കാരം.